എന്താണ് ഈ ഡെവോപ്സ്? ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് വാട്ട് ഇസ് ഡെവോപ്സ് എന്നുള്ളത്. ഡെവോപ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെയും ഓപ്പറേഷൻസ് ടീമിൻ്റെയും കോമ്പിനേഷനാണ് ഒരു ഡെവോപ്സ് ടീം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെവോപ്സ് എന്നുള്ളൊരു സിസ്റ്റം, അതായത് ഒരു മെത്തേഡ് വരുന്നതിന് മുന്നേ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നടന്നിരുന്നതെന്ന് നോക്കണം. ഒരു കസ്റ്റമർ വരുവാണ്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ നമ്മളെ സമീപിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മളൊരു ബിസിനസ് അനലിസ്റ്റ് ഈ കസ്റ്റമറുടെ കൂടെ ഇരുന്ന് ഈ കസ്റ്റമറുടെ ഈ സോഫ്റ്റ്വെയറിൽ ഉദ്ദേശിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഈ ബിസിനസ് അനലിസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഡോക്യുമെൻറ്റിനെയാണ് FBL എന്ന് പറയുന്നത്, ഫങ്ഷണൽ ബേസ് ലൈൻ ഡോക്യുമെൻറ്റ്. വൺസ് ഈ FBL റെഡി ആയി കഴിയുമ്പോൾ ഈ FBL ഡെവലപ്പേഴ്സിന് കൈമാറി ഡെവലപ്പേഴ്സ് അതിലുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കോഡിങ് ചെയ്തു തുടങ്ങും. ആ കോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ റെഡി ആയി കഴിയുമ്പോഴാണ് ഈ FBLലുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ റെഡി ആവുന്നത്. വൺസ് ഈ സോഫ്റ്റ്വെയർ റെഡിയായി എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവർ ഡെവലപ്പേഴ്സ് ടെസ്റ്റേഴ്സിന് കൈമാറും. ടെസ്റ്റേഴ്സ് എല്ലാ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്തിട്ടുണ്ടോ, ടെസ്റ്റിംഗ് എല്ലാം ഓക്കെ ആണ്, 100% ബഗ് ഫ്രീ ആണ് ഈ സോഫ്റ്റ്വെയർ എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ടെസ്റ്റേഴ്സ് ഈ സോഫ്റ്റ്വെയർ നേരെ ഓപ്പറേഷൻസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യും. ഓപ്പറേഷൻ ടീമാണ് ഇതിനെ ഡിപ്ലോയ് ചെയ്യുന്നത് വേണമെങ്കിൽ ഫിസിക്കൽ സെർവേഴ്സിലാവാം അല്ലെങ്കിൽ ക്ലൗഡ് സെർവേഴ്സിലാവാം. ഇതെവിടെയായാലും ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പാകത്തിനാവുന്നത്. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ഈ വാട്ടർഫോൾ മോഡൽ നല്ലതാണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടക്കാനായിട്ട് ഇത് മതി. പക്ഷേ ഇതിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ആ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നമ്മൾ തിരിച്ച് നമ്മുടെ FBLലേക്ക് വരികയാണ്. ഈ FBL ഡോക്യുമെൻറ്റിൽ നമ്മളൊരു 100 ഫീച്ചേഴ്സാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർസിന് ഈ ഒരു ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിന് ഉള്ളതെന്ന് വിചാരിച്ചോ. ഈ 100 ഫീച്ചേഴ്സും ഈ FBL നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് ഡെവലപ്മെൻറ്റ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യും. ഡെവലപ്മെൻറ്റ് ടീം ആ 100 ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യുകയാണ്. ഫുൾ 100 ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ഒരു ടെസ്റ്റിംഗ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ടീം ഇതിന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു 90 ഫീച്ചേഴ്സ് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 10 ഫീച്ചേഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബഗ് ഉണ്ടാവും. ഈ ബഗ് അവർ തിരിച്ച് ഡെവലപ്മെൻറ്റ് ടീമിന് അയക്കും. ആൻഡ് ഈ ഒരു സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കും. ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യും, ടെസ്റ്റേഴ്സിന് കൊടുക്കും, ബഗ് കണ്ടുപിടിക്കും, തിരിച്ച് ഡെവലപ്പേഴ്സിന് കൊടുക്കും. ആൻഡ് ഈ സൈക്കിൾ കണ്ടിന്യൂസ് അൺടിൽ എല്ലാ ബഗ്ഗും അവർ റെക്ടിഫൈ ചെയ്യുന്നവരെയും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. വൺസ് ഈ 100 ഫീച്ചേഴ്സിലുള്ള എല്ലാ സാധനവും എറർ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇത് ഓപ്പറേഷൻസ് ടീമിന് ഡിപ്ലോയ് ചെയ്യാൻ കൊടുക്കും. ഇതാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ ഓഫ് ഇത് നടക്കുന്നത്. പക്ഷെ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ഫീച്ചേഴ്സും ടു ആൻഡ് ഫ്രോ ബഗ് ഫ്രീ ആക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം നമുക്ക് കുറേ പോവുകയാണ്. ഒരു 6 months കൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഇത് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റേഴ്സ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഡിപ്ലോയ്മെന്റ് ടീമിന്, അതായത് ഓപ്പറേഷൻസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോഴാണ് ഓപ്പറേഷൻസ് ടീം ഒരു കാര്യം റിവീൽ ചെയ്യണത്. നമ്മളുടെ ഈ എൻവയോൺമെന്റിൽ ഈ ഫീച്ചേഴ്സും ഈ സോഫ്റ്റ്വെയറും ഒന്നും ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബിക്കോസ് ഇത് ഡെവലപ്മെൻറ്റ് ടീമും ടെസ്റ്റിംഗ് ടീമും ഓപ്പറേഷൻസ് ടീമും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നതും. ആൻഡ് എഗെയിൻ എന്ത് പറ്റി, ഓപ്പറേഷൻസ് ടീം ഇത് പറയുമ്പോൾ പിന്നെയും ഇത് ഡെവലപ്പേഴ്സിന് തിരിച്ചു പോകണം. ആൻഡ് അവർ വീണ്ടും ഇതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. സോ ഇത്രയും ടൈം നമുക്ക് മിസ്സാവുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു പ്രോബ്ലം സോർട്ട് ചെയ്യാനാണ് ബെറ്റർ മെത്തേഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഡെവലപ്മെൻറ്റ് ടീമിനെയും ടെസ്റ്റിംഗ് ടീമിനെയും ഓപ്പറേഷൻസ് ടീമിനെയും എല്ലാം കൂടി ഒന്നാക്കി ഒരു സിംഗിൾ ടീമാക്കി അവർ വർക്ക് ചെയ്തു തുടങ്ങി. ആ വർക്ക് ചെയ്ത അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡെവോപ്സ് മെത്തേഡ് ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഡെവോപ്സ് എൻവയോൺമെന്റിൽ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവുന്നത് നമുക്ക് നോക്കാം. ഒരു ക്ലയന്റ് വരുന്നു, സെയിം ആസ് ബിഫോർ അവർ റിക്വയർമെന്റ് നമുക്ക് തരുന്നത് ഒരു പ്രൊഡക്റ്റ് ഓണർക്കാണ് തരുന്നത്. ഈ പ്രൊഡക്റ്റ് ഓണർ ഈ റിക്വയർമെന്റ് മുഴുവൻ നോട്ട് ചെയ്തിട്ട് അതിനെ ഫീച്ചേഴ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യും. ഓരോ കാര്യങ്ങളും ഓരോ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ഫീച്ചേഴ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക മാത്രമല്ല, ഇതിൽ ഏത് ഫീച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് ഓണർ ഈ ഫീച്ചേഴ്സ് എല്ലാം നോട്ട് ഡൗൺ പ്രയോറിറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓണറും ബിസിനസ് അനലിസ്റ്റും കൂടി ഒന്നിരിക്കും. ആൻഡ് ബിസിനസ് അനലിസ്റ്റിന് ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്യും. ബിസിനസ് അനലിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഈ ഓരോ ഫീച്ചേഴ്സിനെ പിക്ക് ചെയ്തിട്ട് അതിനെ യൂസർ സ്റ്റോറീസ് ആക്കി മാറ്റും. യൂസർ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അത് ഈ ഫോർമാറ്റിലായിരിക്കും. ആസ് എ യൂസർ ഐ ഷുഡ് ബി ഏബിൾ ടു ഡു ദിസ് സോ ദാറ്റ് ദിസ് ഹാപ്പൻസ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എല്ലാ യൂസർ സ്റ്റോറിയും എഴുതുന്നത്. അപ്പോൾ ബിസിനസ് അനലിസ്റ്റ് ഈ കിട്ടിയിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് യൂസർ സ്റ്റോറി പ്രിപ്പയർ ചെയ്യും.
വൺസ് യൂസർ സ്റ്റോറീസ് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ബിസിനസ് അനലിസ്റ്റും ഡെവലപ്മെന്റ് ടീം ടെസ്റ്റിംഗ് ടീമും കൂടി ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ 3 അമീഗോസ് എന്ന് പറയുന്നത്. ഈ 3 അമീഗോസ് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് അവർ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് ബിൽഡ് ചെയ്യും. ഓരോ ഫീച്ചറിനും യൂസർ സ്റ്റോറിക്കും അവർ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് ബിൽഡ് ചെയ്യും. വൺസ് ഈ 3 അമീഗോസ് ഇരുന്ന് ഉണ്ടാക്കുന്ന എല്ലാ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസും റെഡി ആയി കഴിയുമ്പോൾ അവർ എൻറ്റയർ ഡെവലപ്മെന്റ് ടീമിനെ വിളിച്ചിട്ട് അവർ ഇവരുടെ ഐഡിയാസും ഇവർ ഫൈനലൈസ് ചെയ്തേക്കുന്ന കാര്യങ്ങളും ഫുൾ ടീമായിട്ട് ഷെയർ ചെയ്യും. ഫുൾ ടീമായിട്ട് വെറുതെ ഷെയർ ചെയ്യുക മാത്രമല്ല, ടീമിന്റെ ഇൻപുട്ട് എടുക്കുകയും അതിനനുസരിച്ചിട്ട് ഇൻ കേസ് നല്ല ഒപ്പീനിയൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഡോക്യുമെന്റിനെ അവർ റിഫൈൻ ചെയ്യുകയും ചെയ്യും. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഡീറ്റെയിൽ ഫീച്ചർ ലിസ്റ്റും അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസും എല്ലാം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്പ്രിന്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് 2 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് അപ്പോൺ ഏത് കമ്പനിയുടെ പോളിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യൂഷ്വലി 2 വീക്സ് ആണ് ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് 2 വീക്സിൽ നമുക്ക് ഈ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസിൽ എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ പ്ലാനിങ് ആണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്, പ്ലാനിങ് സ്റ്റേജ്. ഈ ഒരു മെത്തേഡ് ഓഫ് വർക്കിങ്ങിനെയാണ് നമ്മൾ അജൈൽ മെത്തഡോളജി ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമുക്ക് അറിയാം നെക്സ്റ്റ് 2 വീക്സിലേക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ്, ഏതൊക്കെ യൂസർ സ്റ്റോറീസ്, ഏതൊക്കെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് നമുക്ക് തീർക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി നമ്മൾ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഡെവോപ്സ് എൻവയോൺമെന്റിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാം ചെയ്തു തുടങ്ങും. ഈ ഫീച്ചേഴ്സ് ഇപ്പോൾ ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ടാണ് അവർ എടുക്കുന്നത്, അല്ലാതെ ഈ 100 ഫീച്ചേഴ്സ് ഒരുമിച്ചല്ല എടുക്കുന്നത്. ഓരോ ഫീച്ചറിന്റെ ഓരോ യൂസർ സ്റ്റോറിയുടെ ഓരോ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് ആണ് അവർ മീറ്റ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ട് അവർ ഓരോ ഫീച്ചേഴ്സ് പിക്ക് ചെയ്ത് അവർ കോഡ് ചെയ്ത് തുടങ്ങും. വൺസ് ഒരു ഫീച്ചറിന്റെ കോഡ് ഇസ് റെഡി, അവരത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ എഴുതുന്ന കോഡ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അത് ചിലപ്പോൾ ഫിസിക്കൽ സ്റ്റോറേജ് ആവാം, അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ആവാം. വൺസ് അത് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈലിംഗ് മീൻസ് നമ്മൾ എഴുതിയേക്കുന്ന കോഡിൽ എന്തെങ്കിലും സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണതാണ് കമ്പൈൽ ചെയ്യുന്നത്. വൺസ് നമ്മൾ കമ്പൈൽ ചെയ്ത് നമ്മളുടെ സിൻടാക്സിലൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ഫീച്ചറിന്റെ കോഡ് നമ്മൾ ടെസ്റ്റേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ടെസ്റ്റേഴ്സ് ഈ ഫീച്ചറിന് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുന്നു. ടെസ്റ്റിംഗ് എല്ലാം ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഡെവലപ്മെന്റ് ടീമിന് പോകും. ഇൻ കേസ് അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് ഡിപ്ലോയ്മെന്റ് ടീം, ഓപ്പറേഷൻസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യും. ഓപ്പറേഷൻസ് ടീം അതിനെ ഡിപ്ലോയ് ചെയ്തിട്ട് അതിനെ UAT വിടും. UAT എന്ന് പറയുന്നത് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. UAT വിട്ട് ഇൻ കേസ് ആ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് അഗെയിൻ ഗോസ് ബാക്ക് ടു ഡെവലപ്പേഴ്സ്. അത് ടെസ്റ്റിംഗിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഫീച്ചർ ലൈവ് ആക്കും. ഇങ്ങനെയാണ് ഒരു ഡെവോപ്സ് എൻവയോൺമെന്റിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇപ്പൊ ഇതിൽ ഈ ഒരു മെത്തേഡിൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, വാട്ടർഫോൾ മോഡൽ പോലെ നമ്മൾ 100 ഫീച്ചേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ല നമ്മൾ ടെസ്റ്റിങ്ങിന് അയക്കുന്നത്. നമ്മൾ ഓരോ ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്ത് അത് ടെസ്റ്റേഴ്സിന് അയച്ചു, അത് അപ്പാക്കിയതിന് ശേഷമാണ് അടുത്ത ഫീച്ചറിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ ഏതെങ്കിലും ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ 6 മന്ത്സ് വെയിറ്റ് ചെയ്ത് 100 ഫീച്ചേഴ്സും കഴിഞ്ഞിട്ടല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിഫൈൻമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ കമ്പനീസും ഡെവോപ്സ് മെത്തേഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ CI/CD എന്നും വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥം കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്. ബിക്കോസ് നമ്മൾ എല്ലാ ഫീച്ചറിനെയും അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും, അത് അപ്പോൾ ഡിപ്ലോയ് ചെയ്ത് നോക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്.